വല്ലം നെടുമ്പറത്ത് ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനവും 10ാം വാർഷികാഘോഷവും വിപുലമായ പരിപാടികളോടെ നടന്നു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നിർധനരായ 15 പേർക്ക് തയ്യൽ മെഷീൻ വിതരണം ചെയ്തു. 10 വർഷമായി വല്ലം കോടനാട് റോഡിൽ വിജയകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് നെടുമ്പറത്ത് ജ്വല്ലറി. നവീകരിച്ച ജ്വല്ലറിയുടെ ഉദ്ഘാടനം ഒക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ശശി നാടമുറിച്ച് നിർവഹിച്ചു. നെടുമ്പറത്ത് ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനം നടത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ വളരെ നല്ല രീതിയിൽ ഈ ജ്വല്ലറി ഉയരങ്ങളിലേക്ക് എത്തട്ടെ. നമ്മുടെ ഭീമ ജ്വല്ലറി എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ വളരെ നല്ല രീതിയിൽ എത്തട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. വൈസ് പ്രസിഡന്റ് ജോണി, വാർഡ് മെമ്പർ ഫൗസിയ സുലൈമാൻ, ഷഹാന എന്നിവർ ആശംസകൾ നേർന്നു. ഒക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഹൃദയം എന്ന് തന്നെ പറയാവുന്ന വല്ലം കവലയുടെ ഏറ്റവും വലിയൊരു വളർച്ചയാണ് നെടുമ്പുറത്ത് ജ്വല്ലറി. കാരണം നമ്മുടെ ഈ പ്രദേശത്തിന്, ഒക്കൽ പഞ്ചായത്തിൻ്റെ ഈ പ്രദേശത്തിന് ജ്വല്ലറി ഒന്നും ഇല്ലായിരുന്നു. 2015 ഒക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഞാൻ ഉൾപ്പെടെ ഈ പ്രദേശവാസികൾ ഉദ്ഘാടനം ചെയ്തു കൊടുത്ത ഈ ജ്വല്ലറി ഇന്ന് ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ഇതൊരു വളർന്ന് വലുതായി ഇച്ചിരി വിപുലമായ രീതിയിൽ വിപുലീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞത് ഈ നെടുമ്പറത്ത് ജ്വല്ലറിയുടെ ഉടമസ്ഥൻ്റെ ഏറ്റവും വലിയ മറ്റുള്ളവരോടുള്ള ഇടപഴകൽ മാത്രമാണ് എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കുകയും ഞാൻ ഇതിനകത്ത് കയറിയിരുന്ന് സംസാരിക്കുകയും ചെയ്തിട്ടേ പോകാറുള്ളൂ. ഇതും കുറേ മുമ്പ് തന്നെ എന്നോട് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മുടെ ഒരു കുടുംബത്തിന്, ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ കൈത്താങ്ങായിക്കൊണ്ട് ഒരു തയ്യൽ മെഷീൻ തന്നെ 10 പേർക്ക് 11 പേർക്കോ കൊടുക്കാൻ വേണ്ടി ആദ്യമേ നിശ്ചയിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ കിട്ടിയ വരുമാനത്തിൽ നിന്ന് കൊണ്ട് സ്വരൂപിച്ച് വച്ച ഫണ്ടാണ് കൊടുക്കുന്നത്. അതും നിർധനരായ ഒരു കുടുംബത്തിന് ഒരു തയ്യൽ മെഷീൻ എന്ന് പറയുന്നത് അവരുടെ ഏതാണ്ട് ഒരു 25 വർഷത്തോളം മെഷീൻ നിലനിൽക്കും എന്ന് എനിക്ക് അനുഭവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു ജീവിതം, അത്രയും കുടുംബങ്ങൾക്ക് ഒരു ജീവിതം കൂടിയാണ് ഈ വ്യക്തി കൊടുക്കുന്നത് എന്ന് അഭിമാനപൂർവ്വം എല്ലാവരെയും അറിയിക്കാൻ കൂടി ഞാൻ ഈ അവസരം അറിയിക്കുന്നു. ഏറ്റവും വലിയ അഭിനന്ദനാർഹമായ ഈ ജ്വല്ലറി ഇനിയും ഒരുപാട് ഉയരത്തിലേക്ക് ഉയരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. നെടുമ്പറത്ത് ജ്വല്ലറിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, 10 വർഷം പിന്നിട്ട് 11ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിൻ്റെ പ്രവർത്തനത്തെ കുറിച്ചൊക്കെ ഇവിടെയുള്ള എല്ലാ പ്രദേശവാസികൾക്കും അറിയാവുന്നതാണ്. കാരണം ഇതിന് പോകുന്ന ഒട്ടുമിക്കവരും തന്നെ പെരുമ്പാവൂർ ചെയ്യാതെ ഇവിടെ വന്ന് സ്വർണം വാങ്ങിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഞാൻ കാണാറുള്ളത്. ഞാനും പല പ്രാവശ്യം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സാജുവായിട്ട്. കാരണം അതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും പണിക്കൂലിയാണെങ്കിലും പണിക്കുറവാണെങ്കിലും കുറച്ച് മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതുപോലെ വരുന്ന ജനങ്ങളെയും കണക്കിലെടുത്തുകൊണ്ടാണ് പുള്ളിയുടെ നല്ല രീതിയിലുള്ള പെരുമാറ്റം ഇതേവരെ ഇവിടം വരെ എത്തിക്കാൻ സാധിച്ചത്. അതുപോലെ പുള്ളി ചാരിറ്റബിൾ സൊസൈറ്റി ഭാഗമായിട്ടാണ് പ്രവർത്തിച്ച് വളരെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് ഇത്രയും വരെ ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് സാധിച്ചത്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരും നല്ല നമസ്കാരം. ആഘോഷങ്ങളുടെ ഭാഗമായി നിർധനരായ 15 പേർക്ക് തയ്യൽ മെഷീൻ നൽകുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് സ്ഥാപന ഉടമ സാജു നെടുമ്പറമ്പിൽ അറിയിച്ചു. നെടുമ്പറത്ത് ജ്വല്ലറിയുടെ 10ാം വാർഷികവും നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനവുമാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത്. ഈ ഒരു മഹാ സദസ്സിലേക്ക് വിശിഷ്ട വ്യക്തികളായി എത്തിയ എല്ലാവരെയും ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ എൻ്റെ ഒരു ദീർഘകാലത്തൊരു ആഗ്രഹമായിരുന്നു നമ്മളൊരു തയ്യൽ മെഷീൻ കൊടുക്കണം എന്നുള്ളത്. അത് 10ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മളൊരു 10 പേർക്കാണ് നമ്മൾ നിശ്ചയിച്ചിരുന്നത്. ഇപ്പം നമ്മളൊരു 15 പേർക്ക് തയ്യൽ മെഷീൻ നിർധരായ വനിതകൾക്ക് ഞാൻ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അതിനോട് തന്നെ ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ താണും തണലായിട്ട് വന്ന എൻ്റെ അച്ഛനാണ് എനിക്ക് എല്ലാ സപ്പോർട്ടും ഇത്രയും നാളും തന്നത്. അപ്പോൾ അതിന് തന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ആദ്യം നന്ദി പറയുന്നു. സാധാരണക്കാരുടെ മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും മാല, നെക്ലേസ്, വള, കമ്മൽ, മോതിരങ്ങൾ എന്നിവയുടെ കളക്ഷൻസ് കൂടാതെ വെള്ളിയുടെയും വിപുലമായ കളക്ഷൻസ് ലഭ്യമാണ്. അക്ഷയ തൃതീയയോടനുബന്ധിച്ച് ഒരു തരി പൊന്നെങ്കിലും വാങ്ങുവാൻ എത്തിയവരെ നിരാശരാക്കാതെ പർച്ചേസ് ചെയ്ത എല്ലാവർക്കും ഉറപ്പായ സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ചടങ്ങിൽ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുയോഗം ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ചു. സജി നെടുമ്പുറത്ത് സ്വാഗതം പറഞ്ഞു. ഒക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ശശി അധ്യക്ഷത വഹിച്ചു. പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം കുന്നത്തുനാട് NSS യൂണിയൻ പ്രസിഡന്റ് ശ്രീശകുമാർ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു.
നമുക്കറിയാം പലരുടെയും കയ്യിൽ ധാരാളം പണമുണ്ട്, പക്ഷേ അതുകൊണ്ട് സമൂഹത്തിന് യാതൊരു പ്രയോജനവുമില്ല. ഇവിടെ നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിന്റെ സ്വർണ്ണക്കടയുടെ വളർച്ചയോടൊപ്പം തന്നെ 15 പേർക്ക് ജീവിതമാർഗം കാണിച്ചു കൊടുക്കുകയാണ്. എത്ര ഭംഗിയുള്ള, എത്ര ഉദാത്തമായ ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ഇവിടെ കാഴ്ചവെക്കുന്നത്. അതിനോട് ഒപ്പം കൂട്ടി വായിക്കാൻ മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, പണം ഒരു പ്രത്യേക സാധനമാണ്. പണത്തിന് വളർച്ച ഉണ്ടാവണമെങ്കിൽ നമ്മുടെയിലുള്ള പണത്തിന്റെ ഏതാനും ഭാഗം പൂർണ്ണ മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുമ്പോഴാണ് നമ്മളുടെ കയ്യിലുള്ള പണം പോലും 10 മടങ്ങ് ഇരട്ടിയായി വർദ്ധിച്ചു വരുന്നത്. അത് പൊതുവെ എനിക്ക് തോന്നുന്നു പലർക്കും അറിയാൻ മേലാത്ത ഒരു ശാസ്ത്രമാണത്. അത് വളരെ ഭംഗിയായിട്ട് ഇവിടെ കാണിച്ചു കൊടുത്ത ഇതിന്റെ ഉടമസ്ഥന് എല്ലാവിധ ഭാവുകങ്ങളും അതുപോലെ തന്നെ നല്ല ഉയർച്ചയും ഉണ്ടാവട്ടെ. പവിഴം ഗ്രൂപ്പ് ഓഫ് കമ്പനി മാനേജിംഗ് പാർട്ണർ റോബിൻ ജോർജ്, ആന്റണി ജോസ്, വല്ലം ചൂണ്ടി, ജമാഅത്ത് ഇമാം ജിസാം അസനി, ജമാഅത്ത് പ്രസിഡന്റ് മൊയ്തീൻ KM എന്നിവർ ആശംസകൾ നേർന്നു. വല്ലം ട്രാഫിക് പോലീസ് KA മൊയ്തീനെ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് സലീം ആദരിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി നിർധനരായ 15 പേർക്ക് തയ്യൽ മെഷീൻ നൽകി. ശ്രീശകുമാർ, സിന്ധു ശശി, ആന്റണി ജോസ്, റോബിൻ ജോർജ്, സദാശിവൻ, ഫൗസിയ സുലൈമാൻ, ഷഹാന, ഉടമ സാജു നെടുമ്പുറത്ത്, ഭാര്യ രൂപ സാജു, വല്ലം ജമാഅത്ത് പ്രസിഡന്റ് എന്നിവർ തയ്യൽ മെഷീൻ വിതരണം ചെയ്തു. ആഘോഷങ്ങളുടെ ഭാഗമായും അക്ഷയതൃതീയോടനുബന്ധിച്ചും ജ്വല്ലറിയിൽ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.